നമസ്കാരം. ഗൾഫ് വാർത്തകൾ. അബുദാബിയിലേക്കുള്ള ഇത്തിഹാദ് എയർവേസ് വിമാനം മസ്കറ്റിലേക്ക് വഴിതിരിച്ചുവിട്ടു. ദില്ലിയിൽ നിന്ന് അബുദാബിയിലേക്ക് പറന്ന വിമാനമാണ് വഴിതിരിച്ചുവിട്ടത്. മെഡിക്കൽ എമർജൻസിയെ തുടർന്നാണ് വിമാനം മസ്കറ്റിൽ ഇറക്കിയതെന്ന് എയർലൈൻ ഞായറാഴ്ച അറിയിച്ചു. സൗദിയിൽ മലയാളിക്ക് വെടിയേറ്റത് താമസ സ്ഥലത്ത് വാഹനം വൃത്തിയാക്കുന്നതിനിടെ. കാസർഗോഡ് സ്വദേശിയായ ബഷീറാണ് മരിച്ചത്. ബിഷയിൽ നിന്ന് 35 കിലോമീറ്റർ അകലെ റാനിയ റോഡിലാണ് സംഭവമുണ്ടായത്. ഖത്തറിൽ വേനൽ കനത്തതോടെ തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പുറം തൊഴിലുകളിൽ ഏർപ്പെട്ടിട്ടുള്ള തൊഴിലാളികൾക്ക് ഉച്ചവിശ്രമം ഞായറാഴ്ച മുതൽ പ്രാബല്യത്തിലായി. ഖത്തറിൽ ബലിപ്പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. അമീരി ദിവാനാണ് അവധി പ്രഖ്യാപിച്ചത്. ജൂൺ 5 വ്യാഴാഴ്ച മുതൽ ജൂൺ 9 തിങ്കളാഴ്ച വരെയാണ് അവധി. കുവൈറ്റിലെ റിഖായിൽ പ്രവാസികളുടെ താമസ കെട്ടിടത്തിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മരണസംഖ്യ 6 ആയി. 15 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഹജ്ജിന് ബുധനാഴ്ച തുടക്കം കുറിക്കാനിരിക്കെ ഇന്ത്യയിൽ നിന്നുൾപ്പെടെ തീർത്ഥാടക ലക്ഷങ്ങൾ മക്കയിലെത്തി. ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ 1,22,518 തീർത്ഥാടകരാണ് ഈ വർഷം ഹജ്ജ് നിർവഹിക്കാൻ എത്തിയിരിക്കുന്നത്. വിസയില്ലാതെ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ സൗദി, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ എന്നീ രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തി ചൈന വിസ നിയമത്തിൽ സമൂലം മാറ്റം പ്രഖ്യാപിച്ചു.